കാഞ്ഞങ്ങാട് നഗരസഭയിലെ ആവിക്കര മലിനജല പ്ലാന്റിന്റെ നിർമ്മാണം മുടങ്ങി. 7 ലക്ഷം രൂപയുടെ ഈ പദ്ധതി അഴിമതിയുമായി ബന്ധപ്പെട്ട് വിജിലൻസ് കേസിൽ കുടുങ്ങിക്കിടക്കുന്നത് കാരണമാണ് മുടങ്ങിയത്. കാഞ്ഞങ്ങാട്ടെ മലിനജല പ്രശ്നം പരിഹരിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ആവിക്കര മലിനജല പ്ലാന്റിന് തുടക്കം കുറിച്ചത്. പരേതയായ ഷെരീഫ ഇബ്രാഹിം നഗരസഭാ ചെയർപേഴ്സണായിരിക്കെയായിരുന്നു 7.5 ലക്ഷം രൂപ ചിലവിൽ ഈ പദ്ധതിക്ക് തുടക്കം കുറിച്ചത്. എന്നാൽ ഈ പദ്ധതിയുടെ തുടക്കത്തിൽ തന്നെ അഴിമതി ആരോപണമുയർന്നു. തുടർന്ന് വിജിലൻസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. വിജിലൻസ് കേസുമായി ആവിക്കര പ്ലാന്റ് ചുവപ്പുനാടയിൽ കുരുങ്ങിയതോടെ ഈ പദ്ധതിയുടെ നിർമ്മാണ പ്രവർത്തനം നിലച്ചു. വിജിലൻസ് കേസ് കഴിയാതെ ഈ പദ്ധതിക്ക് തുടക്കം കുറിക്കാനാവില്ലെന്ന് നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കൂടിയായ പള്ളിക്കൈ രാധാകൃഷ്ണൻ പറയുന്നു. കാഞ്ഞങ്ങാട് നഗരസഭയിലെ ആവിക്കര മലിനജല പ്ലാന്റ് 7 ലക്ഷം രൂപയുടെ പദ്ധതി തുക നീക്കിവെച്ചിട്ടാണ് പദ്ധതി ആരംഭിച്ചത്. അപ്പോൾ കഴിഞ്ഞ ഭരണസമിതിയുടെ കാലത്ത് ഷെരീഫ ഇബ്രാഹിം ചെയർമാൻ ഉണ്ടാകുമ്പോഴായിരുന്നു അതുമായി ബന്ധപ്പെട്ട് ചില അഴിമതി പ്രശ്നങ്ങൾ വരികയും അതവിടെ നിലക്കുകയാണ് ഉണ്ടായത്. അതിനുശേഷം അഴിമതിയുമായി ബന്ധപ്പെട്ട് വിജിലൻസ് കേസ് വന്ന് ആ കേസ് തീരാത്ത അതിന്റെ ഫയൽ എന്നും ചുവപ്പുനാടയിട്ട് കുടുങ്ങിക്കിടക്കുകയാണ്. നഗരസഭയ്ക്ക് പ്രത്യേകിച്ച് ചെയ്യാൻ കഴിയാത്ത അവസ്ഥയിൽ നമ്മൾ ഈ ഹോട്ടൽ ഉടമകളെയും മറ്റുമൊക്കെ യോഗം വിളിച്ച് അതൊന്ന് പൂർത്തീകരിക്കുന്നതിന് വേണ്ടി അതിന്റെ ഫണ്ട് നിങ്ങൾ മുടക്കണം എന്ന രൂപത്തിൽ നമ്മൾ അവരോട് ആലോചിക്കുകയും, എന്നാൽ വിജിലൻസ് കേസുമായി ബന്ധപ്പെട്ട ഒരു സ്ഥാപനമായതുകൊണ്ട് തന്നെ അതിൽ മുടക്കാൻ തയ്യാറാവാത്ത സ്ഥിതിയാണ് ഉണ്ടായത്. വിജിലൻസ് കേസ് കഴിയുന്ന മുറക്ക് തന്നെ കഴിഞ്ഞാൽ മാത്രമേ എന്തെങ്കിലും അതിനെപ്പറ്റി ചെയ്യാൻ വേണ്ടി കഴിയുള്ളൂ. അതിന് തൊട്ടടുത്തുള്ള 50 സെന്റ് സ്ഥലം അറബശാലക്ക് വേണ്ടി നമ്മുടെ മുനിസിപ്പാലിറ്റി എടുക്കുന്നതിന് വേണ്ടി ആലോചിക്കുന്നുണ്ട്. അതുകൂടി കഴിഞ്ഞാൽ ഒരേക്കറോളം വരുന്ന സ്ഥലം അതിന് അറബശാലയും മലിനജല പ്ലാന്റും ഒന്നിച്ചുണ്ടാക്കുന്ന തൊട്ട് അടുത്തടുത്തായി ഉണ്ടാക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ആവിക്കര മലിനജല പ്ലാന്റിന്റെ പദ്ധതി നിലച്ചതോടെ ഇത് പൊതുജനാരോഗ്യത്തിന് തന്നെ ഭീഷണിയായി മാറിയിരിക്കുകയാണെന്ന് ജനങ്ങളും പറയുന്നു. 4-5 കൊല്ലം അതിപ്പോൾ കെട്ടിയിട്ട് അതിനെ കൊണ്ടൊരു കാര്യമില്ല. അപ്പോൾ വേസ്റ്റ് വെള്ളത്തിൽ നിന്ന് പറഞ്ഞിട്ടാണ് കെട്ടിയത്. ഇപ്പോൾ ഒന്നും അവിടെ നടക്കുന്നൊന്നുമില്ല. അവിടെ ഇങ്ങനെ കെട്ടിയിട്ട് അവിടെ ഇളക്കിയിട്ടുണ്ട്. മുനിസിപ്പാലിറ്റി അതെ, അവരിപ്പോ ഒന്നും ചെയ്യുന്നില്ലല്ലോ. അവിടെ കെട്ടിയിട്ടിട്ട് ഇത്ര കൊല്ലായി. അവരിപ്പോ ഒന്നും വരുത്തും പോക്കും ഒന്നുമില്ല. അവിടെ സ്ഥലമുണ്ട്, അവിടെ കെട്ടിയിട്ടിട്ടുണ്ട്. അവിടെ കുറെ മോട്ടറും കാര്യങ്ങളും ഉണ്ടായി. എല്ലാം വെറുതെ നശിച്ചു പോകുന്നുണ്ട്. കുറെ ആരെല്ലാം കൊണ്ടുപോയി. അങ്ങനെ മഴക്കാലത്ത് മലിനജലം കെട്ടി വീർപ്പുമുട്ടുന്ന നഗരമാണ് കാഞ്ഞങ്ങാട്. ഇവിടെ ഓവുചാലുകൾ നിർമ്മിക്കാൻ നഗരസഭയ്ക്കായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഹോട്ടലുകളിൽ നിന്നടക്കം മലിനജലം റോഡിലേക്ക് ഒഴുക്കിവിടാറാണ് പതിവ്. ഇങ്ങനെ ചെയ്യുന്ന ഹോട്ടലുകൾക്കെതിരെ നഗരസഭയ്ക്ക് നടപടിയെടുക്കാനുമാവില്ല. ആവിക്കര മലിനജല പ്ലാന്റ് യാഥാർത്ഥ്യമായാൽ മാത്രമേ കാഞ്ഞങ്ങാട് നഗരത്തിലെ മലിനജല പ്രശ്നം പരിഹരിക്കാനാവൂ. ഇത് മുൻ ഭരണതലത്തിലെ അഴിമതി കേസ് കാരണം മുടങ്ങിയിരിക്കുകയുമാണ്.